ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു പ്ലാന്റ് ഏതാണെന്ന് എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകുമല്ലേ? അതിൻ്റെ റിസൾട്ടാണിത്. ഇപ്പോൾ ഇതിൽ മൊട്ട് വരുന്നുണ്ട്. ഇലകളൊന്നും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ആദ്യം വരുന്നത് മൊട്ടാണ്. നമ്മൾ വെച്ചത് അതിൻ്റെ കൂമ്പ് ഭാഗമാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ മൊട്ടുകൾ വരുന്നത്. വീഗ്രാഫ്റ്റിംഗ് ചെയ്താൽ അങ്ങനെയാണ്, നമുക്ക് വേഗം ഫ്ലവേഴ്സൊക്കെ കിട്ടും. ഇനി അങ്ങോട്ട് നമ്മൾ അടീനിയം ചെടിയെ സംരക്ഷിക്കേണ്ട കാലമാണ് കേട്ടോ. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളം കൊടുക്കുന്നത് റെഡ്യൂസ് ചെയ്യണം. ഇപ്പം ചെറുതായിട്ട് മഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ ഇലയുടെ പുറത്തൊക്കെ നന്നായിട്ട് മഞ്ഞുതുള്ളികൾ ഇരിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അധികം വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി റോട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചെടി ഇനി അധികം വളരാനൊന്നും പോകുന്നില്ല. വളങ്ങളും വളരെ മൈൽഡായിട്ട് മാത്രം കൊടുക്കുക. ഞാൻ ഈ സമയത്ത് ഫ്ലവറിങ് ഫെർട്ടിലൈസർ എന്നൊന്നും പറഞ്ഞ് കുറേ വളങ്ങളൊന്നും കൊടുക്കാറില്ല. അത്യാവശ്യം ചെടിയുടെ ഹെൽത്ത് നിലനിർത്താൻ വേണ്ടിയുള്ളത് മാത്രം കൊടുക്കും. ഇതേപോലെ ചീഞ്ഞ ഇലകളും പൂക്കളൊക്കെ അപ്പോൾ മാറ്റുക. പിന്നെ NPK വല്ലപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കുക, വീക്കിലി കൊടുക്കുക.